ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ഫഡ്ജി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇത് നല്ലൊരു കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് നമ്മൾ അത്രയും മോയിസ്റ്റായിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും എന്താ പറയുക, ആ ഒരു ഹാർഡല്ലാത്ത ഒരു കേക്കാണ് കേട്ടോ ഇത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നോർമലി കേക്ക്സ് എല്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ പൗണ്ട് കേക്ക്സ് എല്ലാം ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ ചെയ്യുന്നത് ബട്ടറിലാണ്, അതുകൊണ്ട് തന്നെ സോഫ്റ്റ്നെസ്സിൻ്റെയും ടേസ്റ്റിൻ്റെയും കാര്യം പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ നമുക്കൊരു ബീറ്ററിൻ്റെ സഹായത്തോടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേട്ടോ, ഈ ഒരു ടെക്സ്ചറിൽ നമ്മളെ ബട്ടർ കിട്ടണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ പഞ്ചസാരക്ക് പകരം ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. അപ്പം ഇത് ചെറിയ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് പൊടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ തരികളാണെങ്കിൽ ബ്രൗൺ ഷുഗർ പൊടിച്ചോളൂ. ഞാനിപ്പോൾ ഇത് പൊടിക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പാണ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത്. അതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലോ സ്പീഡിൽ തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഒരു ബട്ടറും ബ്രൗൺ ഷുഗറും ഈ ഒരു മുട്ടയും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഹൈ സ്പീഡിലല്ല, ലോ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കേട്ടോ. അപ്പോൾ നോർമലി കേക്ക്സിൻ്റെ നമ്മൾ എഗ്സ് എന്ന് പറയുന്നത് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അപ്പോൾ ഇതിനങ്ങനെ ഫ്ലഫി ആയിട്ടൊന്നും വരണ്ട. ഈ ഒരു ബട്ടറും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ 1/2 കപ്പ് വരെ ചേർക്കട്ടോ. ഞാനിപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ലംസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു തവണ മാത്രം അരിച്ചാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ അരിക്കുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് വേറൊരു ബൗളിൽ അരിച്ചാലും മതി. എന്നിട്ടൊരു ബീറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ആവുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഉണ്ടാവുക. ഒരുപാട് സ്മൂത്തിറ്റല്ല, ഈ ഒരു അത്യാവശ്യം തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ സ്വാദം എന്ന് പറയുന്നത് ഈ ഒരു കേക്കിൽ നല്ലൊരു ഹൈലൈറ്റാണ്. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു കേക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബാറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കേക്ക് ടിന്ന് ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് പകരം ബട്ടർ പേപ്പറാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160ൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്രീമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്കൊരു ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് സിറപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇതുപോലെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മളെ ഒരു സിറപ്പ് നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കതിൽ പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അപ്പം നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഉറപ്പായിട്ടും ചോക്ലേറ്റ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബലൂസ് വേൾഡ്. താങ്ക് യു.